നമസ്കാരം. പ്രധാന വാർത്തകൾ. കൈമുറിച്ചു മാറ്റിയ പല്ലശന സ്വദേശിയായ വിനോദിനിക്ക് കൃത്രിമ കൈ. വിനോദിനിക്ക് രക്ഷകനായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുട്ടിയുടെ ഭാവി ചെലവുകളും ഭൂമിയും വീടും നൽകുമെന്നും വി.ഡി. സതീശൻ. കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ച ആശുപത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. സാധാരണക്കാരുടെ അത്താണിയായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറിയെന്ന് മന്ത്രി വീണ ജോർജ്. പണമില്ലെന്ന് കരുതി ഒരാൾക്കും ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥ കേരളത്തിലില്ലെന്നും മന്ത്രി. ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുകളും ലഭ്യമാക്കാൻ കഴിഞ്ഞതായും വീണ ജോർജ്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കോട്ടായി പഞ്ചായത്തിന്റെ കല്യാണ മണ്ഡപത്തിൽ അപാകതയെന്ന് ആക്ഷേപം. 5 വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതിനു പുറമെ നിർമ്മാണത്തിലെ അപാകതകളും ഏറെയാണെന്നും നാട്ടുകാർ. വടക്കാഞ്ചേരി കുറാഞ്ചേരി പെട്രോൾ പമ്പിന് സമീപം ഇന്ധന ടാങ്കർ നിയന്ത്രണം വിട്ട് 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. സംഭവം ഞായറാഴ്ച പുലർച്ചെ. 9,000 ലിറ്റർ പെട്രോളും 5,000 ലിറ്റർ ഡീസലും ഉൾക്കൊള്ളുന്ന ടാങ്കറാണ് മറിഞ്ഞത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകുമെന്ന് പ്രാഥമിക നിഗമനം. പെൺകരുത്ത് തെളിയിച്ച് പാലക്കാട് നടന്ന വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ്. പ്രവൃത്തിയിലൂടെ മാറ്റം, സ്ത്രീ ശക്തിയിലൂടെ കായിക മുന്നേറ്റം എന്ന തലക്കെട്ടോടെ നടന്ന ചാമ്പ്യൻഷിപ്പിന് കേന്ദ്ര യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയത്തിന്റെ പിന്തുണ. ഓർമ്മയായി കല്ലൂർ ബാലൻ. പ്രശസ്ത പ്രകൃതി സ്നേഹിയും വനമിത്ര അവാർഡ് ജേതാവുമായ കല്ലൂർ ബാലന്റെ 1ാം ചരമവാർഷികം ഫെബ്രുവരി 10-ന് കല്ലൂർ ബാലന്റെ വസതിയിൽ വിവിധ പരിപാടികളോടെ ആചരിക്കും. വാർത്തകൾ വിശദമായി. കൈമുറിച്ചു മാറ്റിയ പല്ലശന സ്വദേശിയായ വിനോദിനിക്ക് കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ചു. വിനോദിനിക്ക് രക്ഷകനായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുട്ടിയുടെ ഭാവി ചെലവുകൾക്കും ഭൂമിക്കും വീടിനുമുള്ള സഹായവും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ്. വിനോദിനിക്ക് കൈമാറ്റിവെച്ച ആശുപത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. മാധ്യമ വാർത്തയെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് കൃത്രിമ കൈ പിടിപ്പിക്കുന്നതിനുള്ള സഹായം നൽകിയത്. 8 ലക്ഷത്തോളം രൂപയാണ് കൃത്രിമ കൈക്കായി അദ്ദേഹം ചെലവഴിച്ചത്. ഇതിനുള്ള കൈ വിദേശത്തു നിന്ന് കഴിഞ്ഞ ദിവസം എറണാകുളത്തെത്തിക്കുകയായിരുന്നു. കാക്കനാട്ടുള്ള കൃത്രിമ കൈയും കാലും മൂക്കും വെച്ച് പിടിപ്പിക്കുന്ന സ്ഥാപനത്തിലാണ് കൈ വെച്ച് പിടിപ്പിച്ചത്. 10 മിനിറ്റ് കൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ പൂർത്തിയായി. രാവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്ഥാപനത്തിൽ നേരിട്ടെത്തി വേണ്ട നിർദ്ദേശം നൽകി. കുട്ടിയെയും കുടുംബത്തെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. കുട്ടിയുടെ ഭാവി ചെലവുകൾക്കും ഭൂമിക്കും വീടിനുമുള്ള സഹായവും പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്തതായി വിനോദിനിയുടെ പിതാവ് വിനോദ് അറിയിച്ചു. മുൻമന്ത്രി വി.സി. കബീർ ഉൾപ്പെടെയുള്ള നേതാക്കളും സതീശനൊപ്പം ഉണ്ടായിരുന്നു. അതൊരു പാപം കുഞ്ഞല്ലേ, സന്തോഷമായി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. സെപ്റ്റംബറിൽ കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ വീഴ്ച കാരണമാണ് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ പിഴവിനെ തുടർന്ന് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നേരത്തെ കുടുംബത്തിന് 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പ്രതിമാസം 4,000 രൂപ സർക്കാർ നൽകുമെന്ന് MLA കെ ബാബു അറിയിച്ചിട്ടുണ്ട്. സംഭവം സംസ്ഥാനത്തേറെ രാഷ്ട്രീയ വിവാദത്തിനിടയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാധാരണക്കാരുടെ അത്താണിയായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറിയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പണമില്ലെന്ന് കരുതി ഒരാൾക്കും ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥ കേരളത്തിലില്ലെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്നുകളും ലഭ്യമാക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. അനങ്ങനടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. എല്ലാവർക്കും ചികിത്സ ലഭിക്കുന്ന ഒരിടമാക്കി സർക്കാർ ആശുപത്രിയെ മാറ്റിയെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്നും ആശുപത്രിയിൽ ലഭ്യമാക്കിയെന്നും ഇപ്പോൾ ലാബുകളും പൂർണ്ണസജ്ജമാക്കി. അങ്ങനെ എല്ലാവർക്കും ചികിത്സ ലഭിക്കുന്ന കേന്ദ്രങ്ങളാക്കി സർക്കാർ ആശുപത്രികളെ മാറ്റിയതിൽ കേരള സർക്കാർ വലിയ പങ്ക് വഹിച്ചെന്ന് മന്ത്രി പറഞ്ഞു. 167 രൂപയ്ക്ക് മറ്റോ എനിക്ക് ഇന്നയിലെ ടെസ്റ്റുകൾ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ പുറത്തു പോയാൽ എനിക്ക് 3,000 4,000 ഒക്കെ രൂപ ചെലവാകുന്ന ടെസ്റ്റ് എനിക്ക് ഇത്ര രൂപയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ ആരോഗ്യ പ്രവർത്തകരെ ഒന്ന് അഭിനന്ദനം അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ചാനലിൽ കൊടുക്കൂ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്മൈലി ആയിരുന്നു എനിക്കുള്ള മറുപടി. കാരണം അദ്ദേഹത്തിന് പറ്റത്തില്ല, അദ്ദേഹം നിസ്സഹായനാണ്, കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു മറുപടി. അപ്പം ഞാൻ പറഞ്ഞത്, വാക്കുകൾ ചുരുക്കുന്നു, നമുക്ക് രോഗത്തിൻ്റെ പ്രശ്നങ്ങളിലും ഒരാളും നിസ്സഹായരാകേണ്ട, നമുക്ക് ചേർത്ത് പിടിക്കാം, നമുക്ക് പരസ്പരം കൈകൾ കോർത്ത് പിടിക്കാം. ഇനിയും എന്തൊക്കെ ആവശ്യങ്ങൾ ഇവിടെയുണ്ടോ അത് നമുക്ക് സാക്ഷാത്കരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞു, അദ്ദേഹം നിരന്തരമായി നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഈ കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. നിയോജക മണ്ഡലത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി 2022-23 നമ്മുടെ ROP-യിലാണ് ഇത് ഉൾപ്പെടുത്തി അതിമനോഹരമായിട്ട് പൂർത്തീകരിച്ചത്. പി. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ TV റോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന,
പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉദയകുമാർ, വൈസ് പ്രസിഡന്റ് പി ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എ സിന്ധുമോൾ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ഇബ്രാഹിം മേനക്കം, എൻ ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ, വി മുരളീധരൻ, പഞ്ചായത്ത് അംഗം സരീന, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി ശശി, കെ അബ്ദുൾ സലാം, മുസ്തഫ പടിയത്ത്, ഗോവിന്ദരാജ്, കെ പാറുകുട്ടി, സി ടി വിജയരാഘവൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ടി കെ മുഹമ്മദ്, SBI റീജിയണൽ മാനേജർ MS സജീഷ്, അനങ്ങനടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M ഇർഷാദ് എന്നിവർ സംസാരിച്ചു. NHMന്റെയും സംസ്ഥാന ആർദ്ര മിഷന്റെയും ഫണ്ടിൽ നിന്ന് 1,54,00,000 രൂപ ചെലവഴിച്ചാണ് 5,737 ചതുരശ്ര അടിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി അനങ്ങനടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കോട്ടായി പഞ്ചായത്തിന്റെ കല്യാണ മണ്ഡപത്തിൽ അപാകതയെന്ന് ആക്ഷേപം. 5 വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതിനു പുറമെ നിർമ്മാണത്തിലെ അപാകതകളും ഏറെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കോട്ടായി പഞ്ചായത്ത് ഓഫീസിനു സമീപം നിർമ്മാണം നടക്കുന്ന പഞ്ചായത്ത് കല്യാണ മണ്ഡപമാണ് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായത്. മണ്ഡപത്തിനകത്ത് ശബ്ദത്തിന്റെ പ്രതിധ്വനി കാരണം മൈക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. സംസാരിച്ചാൽ വാക്കുകളൊന്നും മനസ്സിലാവുന്നില്ലെന്നാണ് പരാതി. മണ്ഡപത്തിനുള്ളിലെ സ്റ്റേജിന്റെ അമിത ഉയരവും പ്രശ്നമായിട്ടുണ്ട്. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർമാരുടെ അശ്രദ്ധയാണ് ഇതെന്നും സംസാരമുണ്ട്. കഴിഞ്ഞ ദിവസം മണ്ഡപത്തിൽ നടത്തിയ പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ സംസാരിക്കുന്നതൊന്നും മനസ്സിലാകാതെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. 5 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയിട്ടും ഇന്നും പൂർത്തീകരിക്കാനാവാത്തതിലും കടുത്ത പ്രതിഷേധമാണ്. കല്യാണ മണ്ഡപത്തിന് പഞ്ചായത്തിന്റെ കെട്ടിട നമ്പർ ലഭിച്ചിട്ടില്ല. വാഹന പാർക്കിംഗ് സൗകര്യം കാണണം. അടുക്കളയും മറ്റ് ബാത്റൂം സൗകര്യങ്ങളും മലിനജല സംഭരണ ടാങ്കും എന്നിവയും നിർമ്മിക്കണം. ഇതെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റികളാണ്, പക്ഷെ ഇവിടെ നിർമ്മാണത്തിൽ വളരെ അപാകതകളുണ്ട്. പ്രധാനമായിട്ടും നമ്മളൊരു സ്റ്റേജ് നിർമ്മാണമായാലും അതിൻ്റെ ഹൈറ്റ് സാധാരണ കയറി പറയാനോ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഹൈറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല സ്റ്റേജിൽ മുന്നിൽ നിരയിലിരിക്കുന്നവർ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നിരയിൽ കാണാത്ത അവസ്ഥയിലാണ് അതിൻ്റെ നിർമ്മാണം. മാത്രമല്ല നമ്മളൊരു മൈക്ക് സെറ്റ് പോലെയുള്ളൊരു പ്രവർത്തിച്ചൊരു പരിപാടി ഇവിടെ നടത്തുകയാണെങ്കിൽ ഈ എയർ ഹോളിൻ്റെ അപാകത കൊണ്ട് മൊത്തത്തിൽ മുഴങ്ങുകയാണ്. അവിടെ ഒന്നും തന്നെ അറിയുന്നില്ല. അത് മാത്രമല്ല ഇവിടെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഒരു മണ്ഡപം എന്ന് പറയുമ്പോൾ ഒരു കിച്ചനാണ് പ്രധാനമായിട്ടും. എന്നാൽ അതിൻ്റെ ഒരു പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ആദ്യം തന്നെ ഒരു മണ്ഡപം കാണുമ്പോൾ അത്തരം കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ടാണ് ഈ മണ്ഡപം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. എങ്കിൽ പോയി ഇവിടെ ബാത്റൂം നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മന്ദഗതിയിലാണ്. മാത്രമല്ല പൂർണ്ണമായിട്ടും ഇത് ഇപ്പോഴും ജനത്തിന് ഉപയോഗപ്രദമായ രീതിയിലായിട്ടില്ല എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അധികൃതകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന്, കാരണം സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു മണ്ഡപങ്ങളാണ് പ്രധാനമായിട്ടും അവർക്കൊരു ഉപയോഗം വരുന്നത്. മറ്റു മണ്ഡപങ്ങളൊക്കെ വളരെ സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസ വാങ്ങിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റികളെന്ന് പറയുമ്പോഴാണ് അവർക്കതിൽ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. പക്ഷെ അതിൽ ഇത്രയും വർഷങ്ങളായിട്ടും ഇതിൽ ചെയ്തു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വടക്കാഞ്ചേരി കൂറാഞ്ചേരി പെട്രോൾ പമ്പിന് സമീപം ഇന്ധന ടാങ്കർ നിയന്ത്രണം വിട്ട് 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. തൃശൂർ ഭാഗത്തു നിന്നും ചെർപ്പളശ്ശേരിക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് ഞായറാഴ്ച പുലർച്ചെ മറിഞ്ഞത്. 9,000 ലിറ്റർ പെട്രോളും 5,000 ലിറ്റർ ഡീസലും ടാങ്കറിൽ ഉണ്ടായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാലക്കാട് നടന്ന വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരങ്ങൾ പെൺകരുത്തിന്റെ അടയാളപ്പെടുത്തലായി. പ്രവൃത്തിയിലൂടെ മാറ്റം, സ്ത്രീശക്തിയിലൂടെ കായിക മുന്നേറ്റം എന്ന തലക്കെട്ടോടെ നടന്ന ചാമ്പ്യൻഷിപ്പിന് പിന്തുണ നൽകിയത് കേന്ദ്ര യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയം. ഉൾക്കരുത്ത് നൽകിയ ആത്മവിശ്വാസത്തോടെ ഭാരോദ്വഹനത്തിൽ ആർക്കും പിന്നില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പെൺകുട്ടികളെ സ്പോർട്സിലേക്ക് സ്വാഗതം ചെയ്യുന്ന അസ്മിത ചാമ്പ്യൻഷിപ്പായിരുന്നു വേദി. പ്രവൃത്തിയിലൂടെ മാറ്റം, സ്ത്രീശക്തിയിലൂടെ കായിക മുന്നേറ്റം എന്ന തലക്കെട്ടിൽ നടന്ന മത്സരങ്ങൾക്ക് കേന്ദ്ര യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയം പിന്തുണ നൽകി. IWLF, കേരള വെയ്റ്റ് ലിഫ്റ്റ് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നടന്നത്. വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്തെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന കുട്ടികളുടെ എണ്ണം കുറവാണെന്ന് വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ചിത്ര ചന്ദ്രമോഹൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രശസ്ത പ്രകൃതി സ്നേഹിയും വനമിത്ര അവാർഡ് ജേതാവുമായ കല്ലൂർ ബാലന്റെ 1ാം ചരമ അനുസ്മരണം ഫെബ്രുവരി 10-ന് കല്ലൂരിൽ വിവിധ പരിപാടികളോടെ ആചരിക്കും. കല്ലൂർ ബാലന്റെ വീട്ടിലായിരിക്കും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുക. സമ്മേളനത്തിൽ നിരവധി പരിസ്ഥിതി പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എന്നിവർ പങ്കെടുക്കും. ബാലന്റെ പ്രതിമ അനാച്ഛാദനം അന്ന് നടക്കും. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് മത്സര വിജയികളെയും ബാലന്റെ സഹായികളായിരുന്ന പരിസ്ഥിതി പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ആദരിക്കും. രാവിലെ 10-ന് ഡോക്യുമെൻ്ററി പ്രദർശനത്തിന് ശേഷം
ബാലന്റെ പ്രതിമ അനാച്ഛാദനത്തോടെ പരിപാടികൾ ആരംഭിക്കും. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ പി. തങ്കപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ്, മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, വൈസ് പ്രസിഡന്റ് ഷാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹന ടീച്ചർ, VC കബീർ മാസ്റ്റർ, ബ്ലോക്ക് അംഗം മുകുന്ദനുണ്ണി, ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, മങ്കര പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. കല്ലൂർ അരങ്കാട്ടിൽ പരേതനായ AC വേലുവിൻ്റെയും കണ്ണമ്മയുടെയും മകൻ 1950 ഏപ്രിൽ 2 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം കേളശ്ശേരി NDUP സ്കൂളിലായിരുന്നു. അച്ഛൻ പഴയകാല CPM നേതാവും മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു. കള്ളുഷാപ്പ് കച്ചവടം, പലചരക്ക്, പത്ര ഏജന്റ്, നാളികേര കച്ചവടം തുടങ്ങിയ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തിരുന്നു. ഒരു ഉൾവിളി പോലെ വൃക്ഷത്തൈകൾ നടുവാൻ തുടങ്ങി. വേപ്പ്, അരയാൽ തുടങ്ങിയ മരങ്ങളോടാണ് കൂടുതൽ പ്രതിപത്തി. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ 10 ലക്ഷം വൃക്ഷത്തൈകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിച്ചു. മരത്തിൻ്റെ വഴിയെ നടന്നു തുടങ്ങിയതോടെ വസ്ത്രവും പച്ചയായി. പച്ച ടീഷർട്ട്, തലയിൽ പച്ച റിബൺ എന്നിവയാണ് വേഷം. വേനൽക്കാലത്ത് ജില്ലയിലെ ഉത്സവാഘോഷങ്ങളിലും സൗജന്യ സംഭാരണ വിതരണം നടത്തി വന്നിരുന്നു. 10 വർഷത്തിനുള്ളിൽ ജില്ലയിലെ പുഴയോരങ്ങൾ, കനാൽ ബണ്ടുകൾ, പുറമ്പോക്ക് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ 1.5 ലക്ഷത്തിലധികം കരിമ്പന വിത്ത് നട്ടുപിടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ വനമിത്ര അവാർഡ്, PV തമ്പി മെമ്മോറിയൽ അവാർഡ്, കേരള ജൈവ വൈവിധ്യ ബോർഡ് ഫൗണ്ടേഷൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ തന്നെ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ട്രൈറ്റ് പാത്ത് എന്ന സംഘടനയുടെ അവാർഡാണ് മഹേന്ദ്ര ജീപ്പ് അദ്ദേഹത്തിന് ലഭിച്ചത്. മങ്കര ITL ഗ്രൂപ്പ് പിക്കപ്പ് വാനും നൽകിയിരുന്നു. കിഷോർ മങ്കര കൺവീനറായും തങ്കപ്പൻ മാസ്റ്റർ ചെയർമാനുമായുള്ള കമ്മിറ്റിയാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മേലെ വെട്ടിക്കാട്ടി താഴപ്പറ റോഡിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തീപിടുത്തം. വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. കേരള NGO യൂണിയൻ ഒറ്റപ്പാലം ഏരിയ 63ാം വാർഷിക സമ്മേളനം വാണിയംകുളത്ത് സംഘടിപ്പിച്ചു. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ജീവനക്കാരും ബഹുജനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. NGO സംസ്ഥാന കമ്മിറ്റി അംഗം VV വിമൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CP ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MV സുരേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് CP ശ്രീനിവാസൻ, വൈസ് പ്രസിഡന്റ് NK സുനിത, PT സുരേഷ്, സെക്രട്ടറി KK മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി E സന്തോഷ് കുമാർ, M സുമ, ട്രഷറർ വിനീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. കോട്ടായിൽ ഭൂമിക FPO വിപണനശാല പ്രവർത്തനം തുടങ്ങി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീന താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ അധ്യക്ഷത വഹിച്ചു. ഭൂമിക പ്രസിഡന്റ് സൈനുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ MR ജയരാജ്, M ജയശ്രീ, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ബാസി, പഞ്ചായത്ത് അംഗങ്ങളായ M രമേഷ് കുമാർ, C ബിനുമോൾ, S ലക്ഷ്മിക്കുട്ടി, R കേശവൻ, V ബാബു, ഭൂമിക CEO KK നാരായണൻ, ബോർഡ് അംഗം K കണ്ണൻ, കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജൂലി ജോർജ്, സെക്രട്ടറി C ശിവപ്രകാശ്, N ഷീല, ആത്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചവരും നിലവിൽ വിരമിച്ചവരുമായ അധ്യാപകരുടെ സംഗമം സ്മൃതി പദം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. 60 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള 55 അധ്യാപകർ ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന അധ്യാപകൻ ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഞാൻ അന്ന് ഇവിടെ ഒരു ടീച്ചറിനായിരുന്നു, വത്സൽ ടീച്ചർ. 10ലെ ടീച്ചറാണ് മൂപ്പര്. മൂപ്പര് പറയാൻ ഞാൻ ഒരു യാദൃശ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ
ടീച്ചർ പറഞ്ഞു നീ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടുത്തെ ഗ്രൗണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും ചെയ്യിക്കാനൊക്കെ പറ്റിയൊരു ഇതാണ്. പിന്നെ അന്തരീക്ഷം ഭയങ്കര മരങ്ങളാണ്, വേപ്പും നെല്ലിയൊക്കെയാണ്. അപ്പോൾ അത് എന്നെ വളരെയധികം ആവേശം കൊള്ളിച്ചു. ഞാൻ അടുത്തതിന് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്തു. ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടി. അവിടുന്ന് പിള്ളേർ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി തന്നു. ഞാൻ വലത്തെ കാല് വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. കാരണം ഇവിടെ സമരങ്ങളും ഇതൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ 68 വരെ ഞാൻ ഇവിടെ ടീച്ചറായിരുന്നു. പക്ഷെ എനിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ സമരങ്ങളൊക്കെ ഉണ്ടാവും. അന്നത്തെ സ്റ്റാഫ് റൂമാണ് ഇവിടെ ഉള്ളത്. സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഇഷ്ടതാരമായിരുന്ന അധ്യാപകൻ KT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മറ്റു അധ്യാപകരായ TU പ്രസന്ന, PN അനിത, ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി M, സ്കൂൾ പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു, ആറ്റക്കോയ തങ്ങൾ, KV കമറുദ്ദീൻ, സ്കൂൾ PTA, MPTA, SMC ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുഹമ്മദ് കുട്ടി സ്വാഗതവും MN ബിന്ദു നന്ദിയും പറഞ്ഞു. ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി താഴപ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അച്ചിനംകുന്ന് മക്കാമിലെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി. പ്രശസ്ത പണ്ഡിതൻ അബ്ദുൽ കരീം അൻവരി മണ്ണർക്കാട് കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചു. അബൂബക്കർ അൻവറി, ഷാഹുൽ ഹമീദ് നിസാമി, ഷെയ്ർ സുവരി, മുത്തുസൈൻ, PM സെലിം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഖുർആൻ പാരായണവും മൗലിദ് സദസ്സും അന്നദാന വിതരണവും നടന്നു. പ്രിയരെ, സാധാരണ ഇവിടെ എല്ലാ മാസവും മോള് നടത്തുന്നുണ്ട്. ഇന്നേ വരെ മുടങ്ങാതെ നിർവഹിച്ചു പോകുന്നുണ്ട്. പിന്നെ ആരെങ്കിലും നേർച്ചാക്കി കഴിഞ്ഞാൽ അതിനൊന്നും നിർവഹിക്കുന്നു. അതോടുകൂടി ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇവിടുത്തെ ഉസ്താദുമാരൊക്കെ വന്ന് മൗലിദ് പാഠം നിർവഹിക്കുകയും ഇശായിന് ശേഷം പൊതുബിയത്ത് നടന്ന് അങ്ങനെ കൂട്ടമായ പ്രാർത്ഥനയും ദുആയൊക്കെ നടന്ന് അതിനുശേഷം അള്ളാഹു വേണ്ടി വെച്ചാൽ ഇന്നത്തെ പരിപാടിയുടെ സമാപിക്കും. ഓങ്ങല്ലൂർ ശ്രീ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന ഉത്സവാഘോഷത്തിന് സമാപനം. ആറാട്ടോടുകൂടിയായിരുന്നു സമാപനമായത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി ഗണപതിയൻകാവിൽ ജനുവരി 24 തുടങ്ങിവെച്ച ഉത്സവാഘോഷത്തിനാണ് ആറാട്ടോടുകൂടി സമാപനമായത്. പള്ളിയുണർത്തൽ, യാത്രാബലി എന്നിവയ്ക്ക് ശേഷം സഹസ്രദീപ കാഴ്ചകളോടുകൂടി ക്ഷേത്രകുളത്തിലേക്ക് ആറാട്ട് നടന്നു. തുടർന്ന് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യത്തോടുകൂടി തിരിച്ചെഴുന്നള്ളിപ്പുമുണ്ടായി. തുടർന്ന് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടിയിറക്കൽ, കലശാഭിഷേകം, അത്താഴപൂജ, ശീഭൂതബലി എന്നിവയുമുണ്ടായി. നീരജ രാമദാസ് അവതരിപ്പിച്ച മോഹിനിയാട്ടവും അരങ്ങേറിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ആറ്റൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആറ്റക്കോയ തങ്ങൾ ഹൈദ്രോസി മഖാമിലെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന 87ാമത് ആണ്ടുനേർച്ചയുടെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ആറ്റൂർ മഹല്ല് മുദരിസ് ബിഷിരി ഫൈസി കാരക്കുന്ന് ഏർവാടി മൗലൂദ് പാരായണം നടത്തി. ആറ്റൂർ ഗേറ്റ് മസ്ജിദ് ഇമാം ഫാരിസ് അഹസനി, ഫൈസൽ ബാഗവി പത്തരിയാൽ എന്നിവർ നേതൃത്വം നൽകി. ഇഷക് മജ്ലിസിന് സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ, ആറ്റൂർ അൻവർ അലി ഹുദവി, പാണ്ടിക്കാട് അഷറഫ് ഫൈസി, അഷറഫ് ദാരിമി, താഴക്കോട് ഇസ്മായിൽ അൽ ഹസദി, സിദ്ദിഖ് ഹസനി, ഹംസ ഭാഗവി, അബ്ദുൽ ഖാദർ ഭാഗവി, മുനീർ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹമെന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി പടച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവത്തെ സമ്പൂർണ്ണമായി തങ്ങളുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് അതിനെ പൂർണ്ണാർത്ഥത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച 2 ജന്മങ്ങളാ. ഒന്ന് ഹബീബിന്റെ നല്ല ഭാര്യയായിരുന്ന സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. ശഅബു അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവില് 3 വർഷത്തോളം പട്ടിണി കിടന്നപ്പോഴും അവര് മുത്തുനബി തങ്ങളെ തള്ളിപ്പറഞ്ഞില്ല. ഒരു ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ മരത്തിന്റെ പച്ച ഇലകൾ എടുത്തുകൊണ്ട് കഴിക്കേണ്ടി വന്ന സമയത്ത് പോലും അവർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിപ്പറഞ്ഞില്ല. മാറ്റലി നിലവിലുള്ള ചില MP മാരെയെങ്കിലും
വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. MP ആയിരിക്കെ നിയമസഭയിലേക്ക് ജയിച്ചാൽ MP സ്ഥാനം രാജിവെച്ചിടത്ത് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഈ പ്രവണതയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിയിലേക്ക്. എല്ലാ MP മാരും വീണ്ടും MLA ആയിട്ട് മത്സരിക്കുക. അവർ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ എല്ലാ MP മാരും MLA ആയിട്ട് മത്സരിക്കുക. പിന്നെ ഇവിടെ MLA ജയിച്ചു കഴിഞ്ഞാൽ ആ MP സ്ഥാനത്തേക്ക് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. അതൊക്കെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നേരെ മറിച്ച് ഇപ്പോൾ ഒരു പാർട്ടിയുടെ MP വീണ്ടും മത്സരിച്ച് MLA ആകുമ്പോൾ അദ്ദേഹം MP ആയിരിക്കുന്ന അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയെ ജയിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകൾ മാറണം. മാത്രമല്ല ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും ഇക്കാര്യത്തിൽ വലിയൊരു നടപടി സ്വീകരിക്കണം. നമുക്കിവിടെ ഭേദഗതി ചട്ടങ്ങൾ വേണം. ഇങ്ങനെ മത്സരിക്കുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണം. തോന്നും പോലെ ഇങ്ങനെ ഓരോ MLA MP ആയിട്ട് മത്സരിക്കുക, MP MLA ആയിട്ട് മത്സരിക്കുക, വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരിക, അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ നിരുത്സാഹപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായും UDF-ന് അനുകൂലമായ ഒന്നാണ്. എന്ത് വില കൊടുത്തും കഴിഞ്ഞ 2 തവണ LDF ഭരിച്ച സംസ്ഥാനം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് UDF-ന്റെ മുൻഗണന. അതുകൊണ്ട് തന്നെ മുൻപ് MP-മാരായിട്ടുള്ള ഷാഫി പറമ്പിനെ പോലെയുള്ള ആളുകൾ മത്സരരംഗത്തെത്താൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായും UDF-ന് ഗുണം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈമുറിച്ചു മാറ്റിയ പല്ലശന സ്വദേശിയായ വിനോദിനിക്ക് കൃത്രിമ കൈ. വിനോദിനിക്ക് രക്ഷകനായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുട്ടിയുടെ ഭാവി ചെലവുകളും ഭൂമിയും വീടും നൽകുമെന്നും VD സതീശൻ. കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ച ആശുപത്രി VD സതീശൻ സന്ദർശിച്ചു. സാധാരണക്കാരുടെ അത്താണിയായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറിയെന്ന് മന്ത്രി വീണ ജോർജ്. പണമില്ലെന്ന് കരുതി ഒരാൾക്കും ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥ കേരളത്തിലില്ലെന്നും മന്ത്രി. ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുകളും ലഭ്യമാക്കാൻ കഴിഞ്ഞതായും വീണ ജോർജ്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കോട്ടായി പഞ്ചായത്തിന്റെ കല്യാണ മണ്ഡപത്തിൽ അപാകതയെന്ന് ആക്ഷേപം. 5 വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതിനു പുറമെ നിർമ്മാണത്തിലെ അപാകതകളും ഏറെയാണെന്നും നാട്ടുകാർ. വടക്കാഞ്ചേരി കുറാഞ്ചേരി പെട്രോൾ പമ്പിന് സമീപം ഇന്ധന ടാങ്കർ നിയന്ത്രണം വിട്ട് 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. സംഭവം ഞായറാഴ്ച പുലർച്ചെ. 9,000 ലിറ്റർ പെട്രോളും 5,000 ലിറ്റർ ഡീസലും ഉൾക്കൊള്ളുന്ന ടാങ്കറാണ് മറിഞ്ഞത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകുമെന്ന് പ്രാഥമിക നിഗമനം. പെൺകരുത്ത് തെളിയിച്ച് പാലക്കാട് നടന്ന വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ്. പ്രവൃത്തിയിലൂടെ മാറ്റം, സ്ത്രീ ശക്തിയിലൂടെ കായിക മുന്നേറ്റം എന്ന തലക്കെട്ടോടെ നടന്ന ചാമ്പ്യൻഷിപ്പിന് കേന്ദ്ര യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയത്തിന്റെ പിന്തുണ. ഓർമ്മയായി കല്ലൂർ ബാലൻ. പ്രശസ്ത പ്രകൃതി സ്നേഹിയും വനമിത്ര അവാർഡ് ജേതാവുമായ കല്ലൂർ ബാലന്റെ 1ാം ചരമവാർഷികം ഫെബ്രുവരി 10-ന് കല്ലൂർ ബാലന്റെ വസതിയിൽ വിവിധ പരിപാടികളോടെ ആചരിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.